ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ പേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 40 കുറച്ച് ക്വസ്റ്റ്യൻ 41 പേജുകളായിട്ട് കിടക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്? രാജു bought 7 notebooks for 200 pages and 5 of 100 pages for ₹107. Joseph bought 5 notebook for 200 pages and 7 of 100 pages for ₹97. What is the price of each kind of notebook? അതായത് രാജു ജോസഫ് രണ്ടുപേര് എന്ത് ചെയ്യുന്നുണ്ട്? ഒരേ തരത്തിൽ ഡിഫറെന്റ് ടൈപ്സ് ഉള്ള 2 ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ബുക്സ് ആണ് എന്ത് ചെയ്യുന്നുണ്ട്. ഒരാള് 200 പേജസിന്റെ 7 നോട്ട്ബുക്സും അതേപോലെ 100 പേജസിന്റെ 5 നോട്ട്ബുക്സും വാങ്ങി. എത്ര രൂപയ്ക്കാണ്? 107 രൂപയ്ക്ക്, ₹107 വാങ്ങി. അടുത്ത ആളെന്ന് പറയുന്നത് എത്രയാ പറഞ്ഞേക്കുന്നത്? ഒരാൾ 5 നോട്ട്ബുക്സ് 200 പേജസിന്റെ 5 നോട്ട്ബുക്സും 7 ഓഫ് 100 പേജസ് 100 പേജസിന്റെ 7 നോട്ട്ബുക്സും വാങ്ങി. എത്ര രൂപയ്ക്കാണ്? ₹97. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച് കൈൻഡ്? ഓരോന്നിന്റെയും പ്രൈസ് എത്രയാണെന്നുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് വരുമ്പോഴ ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ ഞാൻ എടുക്കുന്നു. ലെറ്റ് എക്സ് ബി ദ പ്രൈസ് ഓഫ് 200 pages notebook and y be the price of 100 pages notebook. ഓക്കെ, അങ്ങനെയെങ്കിൽ ആദ്യത്തെ ആള് എത്രയാണ്? 7 200 പേജസിന്റെയും 5 100 പേജസിന്റെയും. അപ്പോ ഒരു 200 പേജസിന് ₹X ആണെങ്കിൽ 7 200 ആകുമ്പോഴോ 7x ആണ്. പ്ലസ് ഒരു 100 പേജസിന് ₹Y ആണ്. അതുപോലെ 5 100 പേജസ് വാങ്ങി, അപ്പോൾ 5y. രണ്ടും കൂടെ എത്ര രൂപയായി? ₹107 ആയി. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ ആണോ? അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആളാണെങ്കിൽ 5 200 പേജസ് ദാറ്റ് ഈസ് 5x. 7 100 പേജസ് 7y ഈക്വൽ ടു 97. ഇക്വേഷൻ നമ്പർ 2. ഇവിടെ കോഎഫിഷ്യൻസ് ഈക്വലോ നെഗറ്റീവോ കാര്യങ്ങളൊന്നും അല്ല. അപ്പൊ നമുക്ക് ഈക്വേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഈക്വൽ ആക്കണം. അപ്പൊ ഞാൻ ഇക്വേഷൻ 1 into 5 ചെയ്യുന്നു. ഇക്വേഷൻ 1 into 5 ത്രൂ ഔട്ട് ഇതിനെ എല്ലാത്തിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 35x plus 25y ഈക്വൽ ടു 535. ഇക്വേഷൻ 2നെ ഞാൻ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോ 35x plus 49y ഈക്വൽ ടു 579. ഇക്വേഷൻ നമ്പർ 3, ഇക്വേഷൻ നമ്പർ 4 അല്ലെ? നോക്കുകയാണെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് ഞാൻ ഇക്വേഷൻ 4ൽ നിന്നും ഇക്വേഷൻ 3 സബ്ട്രാക്ട് ചെയ്യുന്നു. ചെയ്യുമ്പോൾ എത്ര കിട്ടും? 35x plus 49y equal to 679 minus 35x plus 25y equal to 535. ഓക്കെ, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇത് ക്യാൻസൽ ആവും. ഇവിടെയാണെങ്കിൽ എത്ര കിട്ടും? 24y എന്ന് കിട്ടും. which is equal to ഇവിടെ 144 എന്ന് കിട്ടും. y is equal to 144 divided by 24 6 എന്ന് കിട്ടും അല്ലെ? 6 into 24 ആണ് 144. അപ്പൊ y യുടെ വാല്യൂ 6 എന്ന് കിട്ടും. ഈ വാല്യൂ എടുത്ത് രണ്ട് ഇക്വേഷൻ ഉണ്ട്, ഏതെങ്കിലും ഇക്വേഷനിൽ കൊടുക്കുക. ഞാൻ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുന്നു. അപ്പം ഇക്വേഷൻ 1 implies 7x plus 5y equal to 107 അല്ലേ? അതിനകത്ത് y യുടെ വാല്യൂ എടുക്കുന്നു. അപ്പൊ 7x plus 5 into 6 equal to 107. 7x plus 30 equal to 107. 7x is equal to 107 minus 30 is equal to 77. X is equal to 77 by 7 is equal to 11. X ന്റെ വാല്യൂ 11ഉം y യുടെ വാല്യൂ 6ഉം കിട്ടും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? Therefore, price of 200 page notebook അല്ലെ ഈക്വൽ ടു എത്ര കിട്ടും? ₹11. അതുപോലെ പ്രൈസ് ഓഫ്
100 പേജസ് നോട്ട്ബുക്ക് ആണെങ്കിലോ റുപ്പീസ് എത്രയായിരുന്നു 6. ഓക്കെ ആണല്ലോ. 200 പേജസിന് 11 റുപ്പീസും അതുപോലെ 100 പേജസിന് 6 റുപ്പീസും. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിലേക്ക് വരാം. സെക്കൻഡ് ക്വസ്റ്റിലേക്ക് വരുമ്പോഴ് എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത്? 4 times a number and 3 times another number added together make 43. Direct question ആണത്. 2 times the second number subtracted from 3 times the first gives 11. What are the numbers? അപ്പോൾ ഞാൻ എടുക്കുന്നത് let x be the first number and y be the second number. സെക്കൻഡ് ക്വസ്റ്റ്യനായിട്ട് let x be the first number and y be the second number. First number ആയിട്ട് x ഉം second number ആയിട്ട് y. 4 times the first number and 3 times second number added together 43. 4 times first number എന്ന് വെച്ചാൽ 4x plus 3 times second number എന്ന് പറഞ്ഞാൽ 3y equal to 43. So 4x plus 3y equal to 43 and 2 times the second number, that is second number y ആണ്. അത് 2 times പറയുമ്പോൾ 2y subtracted from 3 times the first number. ഫസ്റ്റ് നമ്പറിന്റെ 3 ടൈംസിൽ നിന്നും സെക്കൻഡ് നമ്പറിന്റെ 2 ടൈംസ് സബ്ട്രാക്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഇവിടെ എത്ര കിട്ടുന്നത്? ഫസ്റ്റ് നമ്പറിന്റെ 3 ടൈംസ്, ദാറ്റ് ഈസ് 3x മൈനസ് 2 ടൈംസ് ദ സെക്കൻഡ് നമ്പർ 2y ഈക്വൽ ടു 11 കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 1 ഉം ഇത് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഏതെങ്കിലും കോയിഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. ഞാൻ തൽക്കാലം വൈയുടെ കോയിഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ കുറച്ചുകൂടി ചെറിയ നമ്പറാണ്. അപ്പോൾ വൈയുടെ കോയിഫിഷ്യൻ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ 2 കൊണ്ട് ഇവിടെയും 3 കൊണ്ട് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇക്വേഷൻ 1 into 2 ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം കേട്ടോ. എക്സിനെ വേണേ ഇക്വേറ്റ് ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഈക്വൽ ആക്കാതെ. അപ്പോ 1 into 2 ചെയ്യുമ്പോൾ എന്തായിട്ട് 8x plus 6y equal to 86. അതിനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിക്കുന്നു. അടുത്ത ഇക്വേഷൻ 2വിനെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോഴോ ഇവിടെ 9x minus 6y equal to 33 അല്ലെ? എന്നിട്ടോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. ഇതിനെ ഇക്വേഷൻ നമ്പർ 4 എന്ന് വിളിച്ചു. അപ്പോ ഇക്വേഷൻ 3 പ്ലസ് ഇക്വേഷൻ 4 implies 8x plus 6y equal to 86, 9x minus 6y equal to 33. എന്ത് കിട്ടും? രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 17x എന്ന് കിട്ടും. ഇത് ക്യാൻസൽ ആവും, അഡീഷൻ അല്ലേ? അപ്പൊ 9 190 എന്ന് കിട്ടും. 190 എന്ന് പറയുമ്പോൾ 17 into 7 എന്ന് നോക്കിക്കഴിഞ്ഞാൽ 4. ഓക്കെ, അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 119 ഡിവൈഡ് ബൈ 17 ഇസ് ഈക്വൽ ടു 7 കിട്ടും അല്ലെ? 7 49 7 plus 4 11. ഓക്കെ, എക്സിന്റെ വാല്യൂ 7 എന്ന് കിട്ടും. ഈ വാല്യൂ എടുത്ത് രണ്ട് ഇക്വേഷൻ അവൈലബിൾ ആണ്. ഏതെങ്കിലും ഇക്വേഷന് കൊടുക്കുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇക്വേഷന് കൊടുക്കുന്നു. ഇക്വേഷൻ 1 implies 4x plus 3y equal to 43 ആണ്. എക്സിന്റെ വാല്യൂ 7 അല്ലേ? So 4 into 7 plus 3y equal to 43. Then 28 plus 3y equal to 43. Then 3y equal to 43 minus 28. 15 എന്ന് കിട്ടും. y യുടെ വാല്യൂ 15 by 3 which is equal to 5. ഓക്കെ ആണല്ലോ? അപ്പൊ x is equal to 7 and y equal to 5. ഫസ്റ്റ് നമ്പർ ഇപ്പൊ എടുത്തെഴുതണം. therefore ഫസ്റ്റ് നമ്പർ ഈക്വൽ ടു 7, സെക്കൻഡ് നമ്പർ ഈക്വൽ ടു 5. കിട്ടിയ ആൻസർ കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ഇക്വേഷൻ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ആദ്യം ഫസ്റ്റ് നമ്പർ 7 അല്ലേ? അപ്പൊ 7 into 4 എന്ന് പറയുമ്പോൾ 28 ഉം അടുത്ത 3 into 5 എന്ന് പറയുമ്പോൾ 15. 28 plus 15 43 കിട്ടും. ഇവിടെ ആണെങ്കിൽ 7 into 3 21. ഇവിടെ 2 into 5 10. 21 minus 10 11. രണ്ട് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ x equal to 7 and y equal to 5 are the solutions. Okay. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ കാണുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താ തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത്? The sum of the digits of a 2-digit number is 11.
The number got by interchanging the digits is 27 more than the original number. What is the number? ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റൻ ആണ്. നമുക്ക് അധികം ചെയ്ത് വലിയ പരിചയമില്ലാത്ത ഒരു ടൈപ്പ് ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ നിങ്ങൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. ഒരു 2 ഡിജിറ്റ് നമ്പർ ആണ്. 2 ഡിജിറ്റ് ചൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എക്സ് വൈ ചൂസ് ചെയ്താൽ മതി. ഇപ്പൊ നോക്കി 43 എന്ന് പറയുന്ന നമ്പർ. അപ്പൊ നമ്മൾ 4ഉം 3യും കൂടെ എഴുതി കഴിഞ്ഞാൽ 43 നമ്പർ. അപ്പൊ ഈ രണ്ട് ഡിജിറ്റ്സ് പറയത്തില്ല. ഞാൻ ഫസ്റ്റ് ഡിജിറ്റ് എക്സ് ആയിട്ടും സെക്കൻഡ് ഡിജിറ്റ് വൈ ആയിട്ടും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ എക്സ് വൈ എന്ന് എഴുതിയാൽ മതി. പക്ഷെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. 43ക്ക് അത് 4 ഡിജിറ്റ്സ് ആയിട്ടുള്ള 4ഉം 3യും നേരെ എഴുതി കഴിയുമ്പോൾ 43 എന്ന് പറഞ്ഞ നമ്പറാണ്. അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എക്സ് വൈ എന്ന് എഴുതുമ്പോൾ അവിടെ ഒരു കുഴപ്പമുണ്ട്. ഇവിടെ എക്സ് വൈ എന്ന് വെച്ചാൽ അർത്ഥം എന്തുവാ? എക്സ് ഇൻറ്റു വൈ എന്നാവും. ഇവിടെ 43 എന്ന് വെച്ചാൽ മീനിങ് 4 into 3 എന്നാണോ? അല്ല, 43 ഏതോ ഒരു നമ്പറാണ്. അത് 4ഉമായിട്ടും 3ഉമായിട്ടൊന്നും ഒരു റിലേഷനും ഇല്ലാത്ത മറ്റേതോ ഒരു നമ്പറാണത്. പക്ഷെ എക്സ് വൈ എന്ന് പറയുമ്പോൾ എക്സ് വൈ എന്നാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ഓൾജിബ്രയിൽ എക്സ് ഇൻറ്റു വൈ എന്നായി. ഓക്കെ, അപ്പോ ഈ രീതിയിൽ നമുക്ക് ഡിജിറ്റ്സ് എഴുതുന്ന രീതിയിൽ നമുക്ക് ലെറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യും? 43ക്ക് പകരം അതിന്റെ പ്ലേസ് വാല്യൂ ഉപയോഗിച്ച് നമ്പർ എഴുതാൻ പഠിക്കണം. 43 പ്ലേസ് വാല്യൂ 4 എന്ന് പറയുന്നത് ഏതാ? ടെൻസിന്റെ പ്ലേസിലും 3 വൺസിന്റെ പ്ലേസിലും. അപ്പൊ എങ്ങനെ എഴുതാം? 4 into 10 plus 3 എന്ന് എഴുതിക്കൂടെ? 3 into 1 that is 3. 4 into 10 എന്ന് വെച്ചാൽ 40. 3 into 1 എന്ന് പറയുമ്പോൾ 3 ആണ്. 40 plus 3 43. അപ്പൊ ഇവിടെയും നമ്മൾ ആ രീതിയിലാണ് നമ്പേഴ്സിനെ എഴുതാൻ പോകുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. 2 ഡിജിറ്റ് നമ്പേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഈ പ്ലേസ് വാല്യൂ വെച്ചിട്ട് മാത്രമേ നമ്പേഴ്സിനെ എഴുതാൻ പറ്റത്തുള്ളൂ. അല്ല നമുക്ക് എക്സ് വൈ എന്നോ വൈ എക്സ് എന്നൊന്നും എഴുതാൻ പറ്റത്തില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് മിക്കവാറും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഈ ഒരു സെക്ഷനിൽ നിന്ന്. 2 ഡിജിറ്റ് നമ്പേഴ്സ് ഇന്റർചേഞ്ച് ചെയ്യുക എന്നുള്ള കണ്ടീഷൻ ഒക്കെ വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ ഇസ് 11. അതിന് മുമ്പ് നമുക്ക് ഡിജിറ്റ്സ് ഒന്ന് ചൂസ് ചെയ്യണം. അപ്പം തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ എടുക്കുന്നു. ലെറ്റ് എക്സ് ബി ദ ഡിജിറ്റ് ഇൻ ടെൻസ് പ്ലേസ്. ടെൻസ് പ്ലേസിലെ ഡിജിറ്റ് എക്സും ആൻഡ് വൈ ബി ദ ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ്. വൺസ് പ്ലേസിലെ ഡിജിറ്റ് ആയിട്ട് ഏതെടുത്തു? വൈയും എടുത്തു. ഓക്കെ ആണോ? therefore the ഒറിജിനൽ നമ്പർ, ആ ഒറിജിനൽ നമ്പർ എന്ന് പറയുന്നത് അപ്പൊ ഏതായിരിക്കും? നമ്മുടെ ആദ്യമുള്ള നമ്പർ, ഇനിഷ്യൽ നമ്പർ എന്ന് പറയുന്നത് ടെൻസ് പ്ലേസിലല്ലോ. അപ്പൊ 10x പ്ലസ് വൈ. 10 ഇൻറ്റു അവിടുത്തെ ഡിജിറ്റ്സ്, പ്ലേസ് വാല്യൂ ഇൻറ്റു അവിടുത്തെ ഡിജിറ്റ് പ്ലസ് വൈ ഇൻറ്റു 1 10x പ്ലസ് വൈ ആണ് നമ്പർ. ഇനി നോക്കിയേ, അത് നമ്മൾ നമ്പർ ഇവിടെ. ഇനി അവർ പറഞ്ഞ ഫസ്റ്റ് കണ്ടീഷൻ സം ഓഫ് ദ ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 11 അല്ലേ പറഞ്ഞേക്കുന്നേ? സം ഓഫ് ദ ഡിജിറ്റ്സ് ഈക്വൽ ടു 11. സം ഓഫ് ദ ഡിജിറ്റ്സ് എന്താണ്? 11 ആണ്. അപ്പൊ ഡിജിറ്റ്സ് ഏതൊക്കെ? എക്സും വൈയും അല്ലയോ? അപ്പോ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ ആണോ? ഇക്വേഷൻ നമ്പർ 1 എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്യുകയാണ് അല്ലയോ? അപ്പോ the digits were interchanged. ഇപ്പോ വൺസിന്റെ പ്ലേസിൽ എന്തോ? ഇവിടെ വൺസിന്റെ പ്ലേസിൽ ഉണ്ടായിരുന്ന വൈ മാറിയിട്ട് അവിടെ ഇപ്പോൾ എക്സ് വരും. ടെൻസിന്റെ പ്ലേസിൽ ഈ വൈയും വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഇൻറ്റു 10ഉം എക്സ് ഇൻറ്റു 1ഉം ആണ്. അപ്പോ ന്യൂ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ന്യൂ നമ്പർ എന്ന് പറയാൻ നേരെ അങ്ങ് തിരിയും. 10 into x മാറി അവിടെ എന്ത് വരും? 10 into y പ്ലസ് അല്ലെങ്കിൽ 10y. 10 into y വെച്ചാൽ 10y അല്ലേ? 10y പ്ലസ് x എന്ന് വരും. അതായത് ഇപ്പോ 43 എന്ന് പറയുന്ന നമ്പർ റിവേഴ്സ് ചെയ്യും, ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ എന്താവും? 34. 43 നമുക്ക് എങ്ങനെ എഴുതാം? 4 into 10 plus 3 ആണെങ്കിൽ ഇവിടെയാണെങ്കിൽ 3 into 10 plus 4. ഈ രീതിയിലേക്ക് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് നമ്പർ ഒറിജിനൽ നമ്പർ 10 into x. ഇതാണ് നമ്മുടെ ഒറിജിനൽ നമ്പർ. 10 into x plus y ആയിരുന്നു. 10x plus y ആയിരുന്നു. അപ്പൊ അത് നേരെ തിരിയുമ്പോൾ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ 10y പ്ലസ് എക്സ് അല്ലെ? 43 റിവേഴ്സ് ചെയ്താണ്, ഇന്റർചേഞ്ച് ചെയ്താണ് 34. 43 40 പ്ലസ് 3 ഇവിടെയാണെങ്കിൽ 30 പ്ലസ് 4. അതാ ഉദ്ദേശിക്കുന്നത്. ആ കാര്യമാണ് ശ്രദ്ധിക്കണം. ഇത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രോബ്ലം ഡയറക്റ്റ് അല്ല ചെയ്തു തരാൻ പറ്റത്തില്ല. ഓക്കെ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം കിട്ടിയാൽ പിന്നെ ബാക്കി സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? The number got by interchanging the digits is 27 more than the original number. ഇപ്പൊ കിട്ടിയ ഈ നമ്പർ എന്ന് പറയുന്നത് ഒറിജിനൽ നമ്പറിനേക്കാൾ 27 കൂടുതലാണ്. പിടികിട്ടുന്നുണ്ടോ? ഈ നമ്പർ the number got by interchanging the digits is 27 more than the original number. ഒറിജിനൽ നമ്പറിനേക്കാൾ 27 കൂടുതലാണ് ന്യൂ നമ്പർ. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ന്യൂ നമ്പറാണ് വലുത്. കിട്ടിയ ഇന്റർചേഞ്ച് ചെയ്തപ്പോ കിട്ടിയ നമ്പറാണ് വലുത്. അപ്പൊ ന്യൂ നമ്പർ മൈനസ് ഒറിജിനൽ നമ്പർ. നമ്മളുടെ ഡിഫറൻസ് എത്രയാണ് പറഞ്ഞേക്കുന്നത്?
ന്യൂ നമ്പർ ആണേ വലുത്, അത് ശ്രദ്ധിക്കണേ. ന്യൂ നമ്പർ മൈനസ് ഒറിജിനൽ നമ്പർ ഈക്വൽ ടു 27 അല്ലെ. നമ്മുടെ ഡിഫറൻസ് 27 അങ്ങനെ പറഞ്ഞേക്കുന്നത്. ദ നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ് ഈസ് 27 മോർ ദാൻ ദ ഒറിജിനൽ നമ്പർ. ഒറിജിനൽ നമ്പറിനേക്കാൾ 27 കൂടുതലാണ്. അപ്പൊ ന്യൂ നമ്പർ മൈനസ് ഒറിജിനൽ നമ്പർ എന്ന് പറയുന്നത് 27 ആണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ന്യൂ നമ്പർ ഏതാ? ന്യൂ നമ്പർ എന്ന് പറയുമ്പോൾ 10y പ്ലസ് എക്സ് ആണ്. മൈനസ് ഒറിജിനൽ നമ്പർ എന്ന് പറയുന്നത് എന്തെഴുതും? 10x പ്ലസ് y ഈക്വൽ ടു 27. ഇങ്ങനെ എഴുതിയാൽ കറക്റ്റ് ആണോ? അല്ല, ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ മൈനസ് ആണ്, അത് കഴിഞ്ഞിട്ട് ഒന്നിൽ കൂടുതൽ ടേംസ് വന്നിട്ടുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് ഇവിടെ ബ്രാക്കറ്റ് ഇട്ടിരിക്കണം. ഓക്കെ, അതിടാൻ നിങ്ങൾ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻസ് മാറും, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറും. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ആ ബ്രാക്കറ്റ് ഇടണം. നെഗറ്റീവ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ബ്രാക്കറ്റിന് അകത്തുള്ളതെല്ലാം നേരെ ഓപ്പോസിറ്റ് സൈൻ ആവും. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആവും, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആവും. ഓക്കെ, ഇവിടെ 10y പ്ലസ് എക്സ് മൈനസ് 10x മൈനസ് y വിച്ച് ഇസ് ഈക്വൽ ടു 27. ഓക്കെ ആണോ? 10y മൈനസ് y എന്ന് പറയുമ്പോൾ 9y ആണ്. ഇവിടെ x മൈനസ് 10x എന്ന് പറയുന്നത് മൈനസ് 9x. മൈനസ് 9x ഈക്വൽ ടു 27. ത്രൂഔട്ട് വേണമെങ്കിൽ നമുക്കൊരു 9 ഇൻ കോമൺ എടുക്കാം. 9 ഇൻറ്റു y മൈനസ് എക്സ് ഈക്വൽ ടു 27 എന്ന് കിട്ടും. ഈ 9 കൊണ്ട് ഇപ്പുറത്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ y minus x is equal to 27 by 9. That is y minus x equal to 3 എന്ന് കിട്ടും. y minus x equal to 3 എന്ന് കിട്ടും. നമുക്ക് ഈ ഓർഡർ ഒന്ന് കറക്റ്റ് ആക്കാൻ വേണമെങ്കിൽ y minus x നെ എങ്ങനെ എഴുതാം? മൈനസ് എക്സ് പ്ലസ് y ഈക്വൽ ടു 3 എന്ന് എഴുതാം. കാര്യം ഇതിന് നേരെ താഴെ തന്നെ ഇത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ മൈനസ് എക്സിനെ എടുത്ത് ആദ്യം എഴുതി, അത്രേ ഉള്ളൂ. മൈനസ് എക്സ് ഇവിടെ പ്ലസ് y ആണ്. മൈനസ് എക്സ് പ്ലസ് y, അതായത് നമ്മള് 10 മൈനസ് 7 നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് 7 പ്ലസ് 10 എന്ന് എഴുതാം. അതുപോലെ ഉദ്ദേശിക്കുന്നുള്ളൂ. y മൈനസ് എക്സിനെ മൈനസ് എക്സ് പ്ലസ് y എന്നങ്ങ് എഴുതി. കാര്യം ഇവിടെ നമ്മുടെ ഇക്വേഷൻ ഇതായിരുന്നു. ഓക്കെ, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ മൈനസ് എക്സ് ഉണ്ട്. എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 ഇംപ്ലൈസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11. ഇവിടെയാണെങ്കിലോ മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3. രണ്ടോട് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് എക്സ് ക്യാൻസൽ ആവും. 2y is equal to 14, y equal to 14/2 7 എന്ന് കിട്ടും അല്ലെ. ഇതെടുത്തിട്ട് ഇക്വേഷൻ നമ്പർ 1 അത് കൊടുക്കുക. അപ്പൊ ഇക്വേഷൻ 1 ഇംപ്ലൈസ് x plus y equal to 11, that is x plus 7 is equal to 11, x is equal to 11 minus 7 എത്ര കിട്ടും? 4 എന്ന് കിട്ടും. x equal to 4 and y equal to 7. So the number is x എവിടെയാണ്? 10s പ്ലേസിലും y 1s പ്ലേസിലും ആണ്. Therefore the number is equal to എത്ര കിട്ടും? 47 എന്ന് കിട്ടും. എത്ര കിട്ടും? 47. ഇപ്പൊ റിവേഴ്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ എത്രയായിരിക്കും? 74. നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 27 കിട്ടും. ഓക്കെ ആണോ? അപ്പൊ ഇതായിരുന്നു ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോ എന്താ പറഞ്ഞേക്കുന്നേ? 4 years ago Rahim's age was 3 times Ramu's age. After 2 years, it would just be double. What are their ages now? അതായത് 4 years ago 4 വർഷം മുമ്പ് റഹീമിന്റെ ഏജ് എന്ന് പറയുന്നത് രാമുവിന്റെ ഏജിന്റെ 3 ടൈംസ് ആയിരുന്നു. ആഫ്റ്റർ 2 years 2 വർഷം കഴിയുമ്പോൾ എന്താവും? ഡബിൾ ആവും. അതായത് റഹീമിന്റെ ഏജ് എന്ന് പറയുന്നത് രാമുവിന്റെ ഏജിന്റെ ഡബിൾ ആകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഏജ് എത്രയാണ്? അപ്പൊ പ്രസന്റ് ഏജ് നമ്മൾ ചൂസ് ചെയ്യുകയാണ്. ഞാൻ എടുക്കുന്ന ലെറ്റ് എത്രാമത്തെ ക്വസ്റ്റൻ? 4th ക്വസ്റ്റൻ ആണ്. Let x be the present age of Rahim and y be the present age of Ramu. റഹീമിന്റെ പ്രസന്റ് ഏജ് എക്സ് എന്നും രാമുവിന്റെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് y എന്നും എടുത്തു. റഹീംസ് ഏജ് വാസ് 3 times രാമുസ് ഏജ് എന്നാ പറഞ്ഞേക്കുന്നത്. നോക്കിയേ, 4 years ago അതിന്റെ ആദ്യം പറഞ്ഞേക്കുന്നേ 4 വർഷം മുൻപ്. അപ്പൊ നമ്മൾ ആദ്യമേ റിലേഷൻ അപ്ലൈ ചെയ്ത് 4 വർഷം മുൻപ് ഇവരുടെ ഓരോരുത്തരുടെയും ഏജ്, ഇപ്പൊ പ്രസന്റ് ഏജ് ആണ് ഉദ്ദേശിക്കുന്നത്. 4 വർഷം മുൻപ് ഏജ് ഓഫ് റഹീം എന്തായിരുന്നു? 4 വർഷം മുൻപ് റഹീമിന്റെ ഏജ് എന്ന് പറയുന്നത്
നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ റഹീമിന് എക്സ് ഇയർ ആണ്. 4 വർഷം മുൻപ്, ഇപ്പൊ എനിക്കൊരു 30 വയസ്സുണ്ട്. 4 വർഷം മുമ്പ് എനിക്ക് എത്ര വയസ്സായിരുന്നു? 30നേക്കാൾ 4 കുറവ്, 26 വയസ്സായിരുന്നു. അപ്പൊ ഇപ്പം എക്സ് ഏജ് ഉള്ള റഹീമിന് 4 വർഷം മുൻപ് X-4 ഇയർ ആയിരുന്നു. ഏജ് ഓഫ് രാമു ആണെങ്കിലോ Y-4 ആയി. ഓക്കെ, റഹീമിന്റെ ഏജ് X-4, രാമുവിന്റെ ഏജ് Y-4. ഇത് നമ്മൾ റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. രാമുവിന്റെ ഏജിന്റെ 3 ടൈംസ് ആയിരുന്നു റഹീമിന്റെ ഏജ്. റഹീമിന്റെ ഏജ് കിട്ടാൻ രാമുവിന്റെ ഏജിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോ തിരിഞ്ഞു പോകരുത്. ഏജ് ഓഫ് റഹീം ഈക്വൽ ടു 3 ഇൻറ്റു ഏജ് ഓഫ് രാമു. ഓക്കെ ആണല്ലോ. റഹീമിന്റെ ഏജ് എന്ന് പറയുന്നത് X-4 which is equal to 3 into Y-4. Okay, X-4 is equal to 3Y minus 12. That is X minus 3Y equal to minus 12 plus 4. X minus 3Y equal to minus 4 plus 12 എന്ന് പറയുമ്പോൾ minus 8, equation number 1. ഓക്കെ ആണല്ലോ. ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തു, അത്രേ ഉള്ളൂ. ഓക്കെ, 4 years ago. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? ആഫ്റ്റർ 2 years. ആഫ്റ്റർ 2 years ഇങ്ങനെ എഴുതാം. ഇതേപോലെ തന്നെ ഏജ് ഓഫ് റഹീം. റഹീമിന്റെ ഏജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 വയസ്സോടെ കൂടും. അപ്പൊ X+2 ആവും. ഇപ്പോ എക്സ് ഏജ് ഉള്ള ആള് X+2 ആവും. ഏജ് ഓഫ് രാമു ആണെങ്കിലോ Y+2 ആവും. ഓക്കെ, ഇത് നമ്മളുടെ റിലേഷൻ എന്തായിരുന്നു? ഡബിൾ ആകുന്നല്ലേ, ജസ്റ്റ് ബി ഡബിൾ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പം ഏജ് ഓഫ് റഹീം ഈക്വൽ ടു 2 into ഏജ് ഓഫ് രാമു. ഏജ് ഓഫ് റഹീം എന്ന് പറയുന്നത് X+2 ആണ്. ഈക്വൽ ടു 2 into Y+2. ഓക്കെ, ദെൻ അറേഞ്ച് ചെയ്യുന്നു. X+2 is equal to 2Y+4. X minus 2Y plus 2Y ഇപ്പുറത്ത് വരുന്നത് minus 2Y ആകുമ്പോൾ 4 minus 2. That is X minus 2Y equal to 2, equation number 2. Okay, X minus 3Y equal to minus 8. X minus 3Y equal to X minus 3Y equal to minus 8. X minus 2Y equal to 2. രണ്ട് ഇക്വേഷൻ രണ്ടിടത്ത് X ഉണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ക്യാൻസൽ ചെയ്താൽ മതി, സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ചെയ്യാണ്. ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 implies X minus 2Y equal to 2. X minus 3Y equal to minus 8. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ X ക്യാൻസൽ ആവും. മൈനസ് 2Y മൈനസ് മൈനസ് 3Y. സംശയം ഉണ്ടായിരുന്നത് -2 മൈനസ് -3 ആണ്. അപ്പൊ -2 പ്ലസ് 3 എന്ത് കിട്ടും? പ്ലസ് Y, 1Y അല്ലെങ്കിൽ പ്ലസ് Y എന്ന് മാത്രം എഴുതും. Y is equal to 2 മൈനസ് -8. 2 മൈനസ് -8 എന്ന് പറയുമ്പോൾ 2 പ്ലസ് 8 10 എന്ന് കിട്ടും. ഇവിടേക്ക് നമുക്ക് ആ മൈനസ് വരുമ്പോൾ കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്, ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ, അവിടെ 2 മൈനസ് 1 ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂ 10 എന്ന് കിട്ടി. ഇത് എടുത്തിട്ട് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഏതെങ്കിലും ഇക്വേഷനിൽ കൊടുക്കാം. നമുക്ക് ഇവിടെ വൈയുടെ വാല്യൂല്ലേ കിട്ടിയത്. ഓക്കെ, നമുക്ക് ഇവിടെ കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 2 കൊടുക്കാം. അപ്പോ X മൈനസ് 2Y ഈക്വൽ ടു 2 ആണ്. ദാറ്റ് ഈസ് X മൈനസ് 2 into 10 is equal to 2. X minus 20 is equal to 2. X is equal to 2 plus 20 which is equal to 22. X equal to 22 and Y is equal to 10. X എന്ന് പറയുന്നത് ഏജ് ഓഫ് റഹീം. Therefore ഏജ് ഓഫ് റഹീം എന്ന് പറയുന്നത് is equal to 22 years. ഏജ് ഓഫ് രാമു എന്ന് പറയുന്നത് 10 years. ഓക്കെ, നമുക്ക് കിട്ടിയത് കറക്റ്റ് ആണോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 4 വർഷം മുൻപത്തെ കാര്യമല്ലേ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ 22 വയസ്സുള്ള ആൾക്ക് 4 വർഷം മുൻപ് 18 വയസ്സും 10 വയസ്സുള്ള ആൾക്ക് 4 വർഷം മുൻപ് 6 വയസ്സും. ഇതിന്റെ 3 ടൈംസ് ആണോ? 6 into 3 അല്ലേ 18. ഇപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ ആണ്. ആഫ്റ്റർ 2 years എന്ന് പറയുമ്പോൾ ഇപ്പോ ഏജ് 22 ആണ്. ആഫ്റ്റർ 2 years അത് 24 ആകും. 10 എന്നുള്ളത് ആഫ്റ്റർ 2 years 12 ആകും. ചോയ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. 12 into 2 തന്നെയാണ് 24. അപ്പൊ രണ്ട് റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ഏജ് ഓഫ് റഹീം is equal to 22 year and ഏജ് ഓഫ് രാമു is equal to 10 year. ഓക്കെ, ഓക്കെ, ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഫിഫ്ത് ക്വസ്റ്റ്യൻ പറയുന്നത്? ദ ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 5 meter and the breadth decreased by 3 meter. The area would decrease by 5 square meter if the
length increased by 3 meter and the breadth increased by 2 meter, the area would increased by 50 square meters. What are the length and breadth? Okay, ഇതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഓക്കെ, നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതായത് ഒരു റെക്ടാങ്കിളിന്റെ ലെങ്ത് 5 മീറ്റർ ഇൻക്രീസ് ചെയ്യുന്നു, ബ്രെഡ്ത്ത് 3 മീറ്റർ ഡിക്രീസ് ചെയ്താൽ അതിന്റെ ഏരിയ 5 മീറ്റർ ഡിക്രീസ് ചെയ്യും. ഓക്കെ, നമുക്ക് ആദ്യം അതിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മുടെ ഇനിഷ്യൽ റെക്ടാങ്കിൾ നോക്കാം. ലെറ്റ് ലെങ്ത് ഈക്വൽ ടു എക്സ്, ബ്രെഡ്ത്ത് ഈക്വൽ ടു വൈ. ഓക്കെ, അപ്പൊ ഏരിയ എന്ന് പറയുന്നത് ലെങ്തിന്റെ ബ്രെഡ്ത്ത്, അപ്പൊ എക്സ് ഇന്റു വൈ എക്സ് വൈ. അപ്പൊ ആദ്യത്തെ നമ്മുടെ ഇനിഷ്യൽ റെക്ടാങ്കിളിന്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഏരിയ ആയി അല്ലെ. നമ്മൾ നോക്കിയേ, അടുത്ത എന്താ പറയുന്നത്? ലെങ്ത് ഇൻക്രീസ്ഡ് ബൈ 5 ആൻഡ് ബ്രെഡ്ത്ത് ഡിക്രീസ്ഡ് ബൈ length increased by 5 meter and breadth decreased by 2 meter. Sorry, 3 meter. 3 meter. അപ്പൊ പുതിയ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള ലെങ്തിൽ നിന്ന് 5 മീറ്റർ ഇൻക്രീസ് ചെയ്യും. അപ്പോ എക്സ് പ്ലസ് 5 ആയി. ബ്രെഡ്ത്ത് ആണെങ്കിലോ ഇപ്പോ ഉള്ള ഇതിനകത്ത് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? വൈക്കകത്ത് നിന്ന് 3 മീറ്റർ ഡിക്രീസ് ചെയ്തു. അപ്പോ y മൈനസ് 3. ഓക്കെ, ഏരിയ അവർ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന ഏരിയക്കാൾ എത്ര കുറയാന്നാ പറഞ്ഞേക്കുന്നേ? 5 സ്ക്വയർ മീറ്റർ കുറയും. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന ഏരിയ എക്സ് വൈ അല്ലയോ, അതിനേക്കാൾ 5 കുറയുകയാണെന്ന് വെച്ചാൽ എക്സ് വൈ മൈനസ് 5. നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കുന്നത് എങ്ങനെയാ? ഈ ഏരിയ എന്ന് പറയുന്നത് ലെങ്തിന്റെ ബ്രെഡ്ത്ത് അല്ലയോ, ഇതും ഇതുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോ ഈ ലെങ്ത് ഈ ബ്രെഡ്ത്തോടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഏരിയ കിട്ടും. അപ്പോ ലെങ്ത് എന്ന് പറയുന്നത് ഏതാ? എക്സ് പ്ലസ് 5 ആണ് ഇൻറ്റു വൈ മൈനസ് 3 ഈക്വൽ ടു എക്സ് വൈ മൈനസ് 5. ഓക്കെ, ഇവിടെ എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു മൈനസ് 3 മൈനസ് 3x, 5 ഇൻറ്റു വൈ പ്ലസ് 5y, 5 into minus 3 minus 15 equal to xy minus 5. നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ xy യും ഈ xy കൂടെ എന്ത് ചെയ്യും? ക്യാൻസൽ ആവും. കാര്യം എന്താ? ഇവിടെ വെച്ചാൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഈക്വലിന്റെ ലെഫ്റ്റിലും റൈറ്റിലോട്ട് കിടക്കുന്നത് നമുക്ക് എങ്ങനെ ക്യാൻസൽ ചെയ്യുന്നത്? ഈ xy ശരിക്കും ഇവിടെ വരുമ്പോൾ മൈനസ് xy ആവും അല്ലെ. അപ്പൊ രണ്ടുകൂടെ ക്യാൻസൽ ആവും. അപ്പൊ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. ഈക്വലിന്റെ ഇരുവശത്തോട്ട് കിടക്കുകയാണെങ്കിൽ ഒരേപോലുള്ളത് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഒരേ സൈഡിലാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ളതും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബാക്കി എക്സ് ചെയ്യാന്ന് മൈനസ് 3x പ്ലസ് 5y ഈക്വൽ ടു, ഇവിടെ ഓൾറെഡി ഒരു മൈനസ് 5 ഉണ്ട്, മൈനസ് 5 പ്ലസ് 15. അപ്പോൾ മൈനസ് 3x പ്ലസ് 5y ഈക്വൽ ടു 10. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? ലെങ്ത് ഇൻക്രീസ്ഡ് ബൈ 3 മീറ്റർ, ബ്രെഡ്ത്ത് ഇൻക്രീസ്ഡ് ബൈ 2 മീറ്റർ. അപ്പോ ലെങ്ത് increased by 3 meter and breadth by 2 meter. അല്ല, രണ്ട് ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ ഏരിയക്ക് അപ്പൊ പുതിയ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? പുതിയ ലെങ്ത് എന്ന് പറയുന്നത് ഇപ്പോ ഉള്ള എക്സ് മാറി എക്സ് പ്ലസ് 3 വരും. ബ്രെഡ്ത്ത് എന്ന് പറയുന്നതോ ഇപ്പൊ ഉള്ള y മാറി y പ്ലസ് 2. കാര്യം എന്താ? രണ്ടും ഇൻക്രീസ് ചെയ്യാണ്. ഏരിയക്ക് എന്ത് ചേഞ്ച് ഉണ്ടാവും പറഞ്ഞേക്കുന്നത്? ഏരിയ 50 കൂടുന്ന പറഞ്ഞേക്കുന്നത്. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് ഇപ്പൊ ഉണ്ടായിരുന്നത് ഏരിയ എക്സ് വൈ ആണ്, അതിനേക്കാൾ 50 കൂടെ കൂടും. ഈ ഏരിയ നമ്മുടെ ഈ ലെങ്തും ബ്രെഡ്ത്തും വെച്ചുള്ള ഏരിയയും കൂടി ഇക്വേറ്റ് ചെയ്യുക. ഈ ഏരിയ എങ്ങനെയാണ് പിടിക്കുന്നത്? ലെങ്തിന്റെ ബ്രെഡ്ത്ത് ആണ്. അപ്പൊ എക്സ് പ്ലസ് 3 ഇൻറ്റു വൈ പ്ലസ് 2 ഈക്വൽ ടു എക്സ് വൈ പ്ലസ് 50. ഓക്കെ ആണോ? എക്സ് വൈ പ്ലസ് 50. അപ്പോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു 2 2x, 3 ഇൻറ്റു വൈ പ്ലസ് 3y പ്ലസ് 6 ഈക്വൽ ടു എക്സ് വൈ പ്ലസ് 50. ഇവിടെ എക്സ് വൈ ക്യാൻസൽ ആവും. ബാക്കി 2x പ്ലസ് 3y ഈക്വൽ ടു 50 മൈനസ് 6, ദാറ്റ് ഈസ് 2x പ്ലസ് 3y ഈക്വൽ ടു 44. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ 1 ഉം 2 കൂടെ നോക്കി ഏതെങ്കിലും ഈക്വൽ ആയിട്ടുണ്ടോ? ഇല്ല. ഒരിടത്ത് മൈനസ് 3x ഉം 2x ഉം, ഇവിടെ 5y 3y. അപ്പൊ ഈക്വൽ അല്ല. അപ്പൊ ഏതെങ്കിലും ഒന്ന് ഈക്വൽ ആക്കാൻ അപ്പൊ ഞാൻ ഇക്വേഷൻ 1നെ ഒരു 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. ഇക്വേഷൻ 1നെ 2 കൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് 6x പ്ലസ് 10y
പ്ലസ് 20 ആവും അല്ലെ. -6x പ്ലസ് 10y ഈക്വൽ ടു 20, ഇക്വേഷൻ നമ്പർ 3. അടുത്ത ഇക്വേഷൻ 2 ഞാനൊരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇക്വേഷൻ 2 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എന്ത് വരും? 6x പ്ലസ് 9y ഈക്വൽ ടു, ഇവിടെയാണെങ്കിൽ 132. അതിനെ ഇക്വേഷൻ നമ്പർ 4 എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇക്വേഷൻ 3യും 4ഉം കൂടെ ആഡ് ചെയ്താൽ പോരെ? നോക്കി ക്യാൻസൽ ആവത്തില്ലേ? അപ്പൊ ഇക്വേഷൻ 3യും 4ഉം കൂടെ ജസ്റ്റ് നമുക്കൊന്ന് ആഡ് ചെയ്യാം. ഇക്വേഷൻ 3 പ്ലസ് ഇക്വേഷൻ 4 implies -6x പ്ലസ് 10y ഈക്വൽ ടു 20. ഇവിടെയാണെങ്കിലോ 6x പ്ലസ് 9y ഈക്വൽ ടു 132. ആഡ് ചെയ്യാണ്, ഇത് ക്യാൻസൽ ആവും. 19y എന്ന് കിട്ടും. 19y ഇവിടെയാണെങ്കിലോ 152 അല്ലെ, 152. അപ്പൊ ഇവിടെയാണെങ്കിൽ 8 ടൈംസ് ഒന്ന് നോക്കാം. 8 ആണെങ്കിൽ 72, 2, 7, 8 പ്ലസ് 7, 15. ഓക്കെ, വൈയുടെ വാല്യൂ അപ്പൊ എത്ര കിട്ടും? 152 ഡിവൈഡ് ബൈ 19 ഇസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. അപ്പൊ വൈയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 8 എന്ന് കിട്ടി. ഇത് എടുത്തിട്ട് രണ്ട് ഇക്വേഷൻസ് ഉണ്ടായിരുന്നു, അതിൽ ഏതെങ്കിലും അവർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ പോട്ടെ, നമുക്ക് സെക്കൻഡിനകത്ത് ഞാൻ കൊടുക്കാം. ഇക്വേഷൻ 2 ഞാൻ കൊടുത്തു. ഇക്വേഷൻ 2 എന്ന് വെച്ചാൽ 2x പ്ലസ് 3y ഈക്വൽ ടു 44 ആയിരുന്നു. ഓക്കെ, ഞാൻ വൈയുടെ വാല്യൂ കൊടുത്തു. 2x പ്ലസ് 3 into 8 equal to 44. But 2x plus 24 is equal to 44. 2x is equal to 44 minus 24, which is equal to എത്രയാ? 20 എന്ന് കിട്ടും. x is equal to 20/2 അല്ലെ, 20/2 equal to 10. That is, length is equal to 10 meter, breadth is equal to 8 meter. ഓക്കെ, ഇതാണ് കണ്ടീഷൻ. നമ്മുടെ ഇനിഷ്യൽ ട്രയാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 മീറ്ററും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 8 മീറ്ററും. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ അതിന്റെ ഏരിയ എന്ന് പറയുന്നത്, അപ്പൊ ലെങ്ത് 10ഉം ബ്രെഡ്ത്ത് 8ഉം ആകുമ്പോൾ ഏരിയ എന്ന് പറയുന്നത് 80 ആയി. ആദ്യം എന്താ പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് കേസിൽ പറഞ്ഞേക്കുന്നത് ലെങ്ത് 5 കൂടുന്നു, ബ്രെഡ്ത്ത് 3 കുറയുന്നു. 5 കൂടുകയാണെങ്കിൽ 10 പ്ലസ് 5 എന്ന് പറയുമ്പോൾ 15 ആണ്. ബ്രെഡ്ത്ത് 3 കുറയാന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ആണ് അല്ലെ. അപ്പോ ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ 75 കിട്ടും. 75 ഒരു ഏരിയ 5 കുറയുന്ന പറയുന്നത് അല്ലെ. 80യെക്കാട്ടില് 5 കുറവല്ലേ 75 എന്ന് പറയുന്നത്. അടുത്ത കേസിൽ പറഞ്ഞേക്കുന്നത് ലെങ്ത് 3 ഇൻക്രീസ് ചെയ്യും, ബ്രെഡ്ത്ത് 2 ഇൻക്രീസ് ചെയ്യും. ലെങ്ത് 3 ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ 10 പ്ലസ് 2 12 ആകും. മറ്റേത് 8 പ്ലസ് 2 10 ആകും അല്ലെ. രണ്ടിനും കൂടെ പ്രോഡക്റ്റ് ഏരിയ എന്ന് പറയുന്നത് 120 എന്ന് കിട്ടും. എത്ര കൂടുമെന്നാ പറഞ്ഞേക്കുന്നത്? സോറി, ലെങ്ത് 3 അല്ല ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ ലെങ്ത് 3 ആവുമ്പോ 30, അപ്പൊ 130. ബ്രെഡ്ത്ത് 2 ആവുമ്പോൾ 10, അപ്പൊ 130 ആവും ഏരിയ. ഇതിനേക്കാൾ 50 കൂടുതലാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് 80 പ്ലസ് 50 അല്ലേ 130. അപ്പൊ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് അപ്പോ ലെങ്ത് ഈക്വൽ ടു 10 മീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് ഈക്വൽ ടു 8 മീറ്റർ എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പം ഇത്രയും സെക്ഷനേ ഉള്ളൂ നമുക്ക് അവിടെ വരുന്നത്. അപ്പം ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.